അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കറക്റ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് എന്താണ്? ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിന് ജീവൻ വെക്കണമെന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ? ആദ്യത്തെ ഭാഗത്ത് നമ്മൾ അതാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗത്ത് എന്താണ് പറഞ്ഞത്? എൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ശബ്ദം കേൾക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാവരും ഇല്ലായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞത് ഫാസ്റ്റിംഗ് അതിന് എത്രമാത്രം ഉപയോഗപ്പെടും എന്നുള്ള കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് കാണാം, യൂട്യൂബ് ഉള്ളവർക്ക് അതിലുണ്ട്. മൂന്നാമത്തെ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് പരിശുദ്ധാത്മാവുമായി ഒരു ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് ഫാസ്റ്റിംഗ് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെന്ന്. ഒത്തിരി പേർ എനിക്ക് റിപ്ലൈ ചെയ്തു, സിസ്റ്ററെ ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് പടയാളികളെ കർത്താവ് ഈ നാളുകളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ആരെല്ലാമാണോ യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ് എന്ന് മെസ്സേജ് യൂട്യൂബിൽ താഴെ കമൻറ്റിൽ ഇട്ടിട്ടുള്ളത്, അവരെല്ലാം ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. ഈ നാളുകളിൽ എങ്ങനെയാണോ നിങ്ങൾ കർത്താവിന് റിപ്ലൈ എസ് എന്ന് കൊടുത്തത്, അതുപോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മൈൻഡ് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ധാരാളം പേരുണ്ട്. ഇന്ന് ആ വിഷയത്തിനെ ഒന്ന് പരിഹരിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രം. സന്തോഷമുണ്ടോ? ഉണ്ട്. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് ഇരിക്കാൻ പറ്റാതെ നമ്മുടെ മനസ്സ് വലിയ ഓട്ടമാണ്. ഓട്ട മത്സരം നടത്തുകയാണ് നമ്മുടെ മനസ്സ്. ഇത്ര പേർക്ക് ആ പ്രശ്നമുണ്ട്, കരയുയർത്തി കാണിച്ചേ. ഇന്നത് പരിഹരിക്കാനായിട്ട് പോവുകയാണ്, മനസ്സിൻ്റെ ഓട്ടം. അപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? പല ചിന്തകളും വരും അല്ലേ? നമ്മൾ കണ്ടതും കേട്ടതും പോയതും വന്നതും എന്ന് വേണ്ട, ഇനി നേഴ്സറിയിൽ പഠിച്ച കാര്യം വരെ നമ്മൾ വേണമെങ്കിൽ ചിന്തിച്ചു കളയും. അങ്ങനെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഞാൻ ഈ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു ദർശനം കാണിച്ചു. അതിൽ ഞാൻ കണ്ടത് ഒരു പട്ടത്തെയാണ് കണ്ടത്. പട്ടം നൂല് വിട്ടാൽ എങ്ങനെ പാറിപ്പോവും? അതിന് ഇഷ്ടമുള്ളിടത്തെല്ലാം പാറിപ്പോയി ഇടിച്ച് തകർന്ന് അവസാനം താഴെ വീഴും. അങ്ങനെ ഒരു വിഷൻ എന്നെ കാണിച്ചു. ഇതാണ് മനസ്സിൻ്റെ കാര്യമെന്ന് ദൈവം എന്നെ പഠിപ്പിക്കാനായിട്ട് കാണിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നൂല് വിട്ട പട്ടം പോലെയാണ് മനസ്സെന്ന് പറയുന്നത്. അതിന് ഇഷ്ടമുള്ളിടത്തെല്ലാം സഞ്ചരിച്ച് ചിന്തിച്ച് പോയി വന്നു ഭാരപ്പെട്ടു അവസാനം നമ്മുടെ ജീവിതത്തെ അത് ഇടിച്ചങ്ങ് തകർത്തുകളെ. ഹല്ലേലൂയ. നമ്മളാകെ തകർന്നു പോയി മനസ്സിൻ്റെ കാര്യം. അപ്പോൾ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കണ്ടേ സഹോദരങ്ങളെ? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളൊന്ന് ക്വയറ്റായേ പറ്റത്തുള്ളൂ, ഒരു ശാന്തത വന്നേ പറ്റത്തുള്ളൂ. എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ സ്പീക്കറിലൂടെ എൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നതുകൊണ്ടാണ്. കാരണം അതിനെ ഉച്ചത്തിൽ ഞാൻ കേൾപ്പിക്കുന്നു. ഞാൻ ഈ മൈക്ക് മാറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കേൾക്കില്ല, ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കുന്നതുകൊണ്ട്. മനസ്സിലായോ? ഇന്നലെ ഇവിടെ ഇലക്ഷൻ്റെ പ്രചരണം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയുന്ന ഒന്നും വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ശബ്ദത്തെ ഓവർടേക്ക് ചെയ്ത് വേറെ ശബ്ദം കയറി വരികയാണ്. അപ്പം അതുപോലെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വേറെ എന്തെയോ ശബ്ദങ്ങൾ പരിശുദ്ധാത്മാവിനേക്കാൾ അധികമായിട്ട് എന്തൊക്കെയോ കേട്ടുകൊണ്ടിരിക്കുക. ശരിക്കും ചിന്തകളെന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നതല്ലേ? ആണ്. നമ്മുടെ ചിന്തകളെന്ന് പറഞ്ഞാൽ നാം നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ്. അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരോ? നിങ്ങളുടെ ബോഡിക്ക് നെഗറ്റീവ് കമാൻഡ്സ് നിങ്ങൾ തന്നെ കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, ഇതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ ബ്രെയിനിന് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്, എൻ്റെ ജീവിതം തീരാൻ പോവുകയാണ്. അപ്പോൾ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കണം? ഇങ്ങനെ അങ്ങ് പ്രവർത്തിച്ചാൽ മതി, കാരണം തീരാൻ പോവുകയല്ലേ. നിങ്ങൾ ചാടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഈ 90 വയസ്സായ അമ്മച്ചിമാർ ഇന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അവരോട് അവർ ചോദിച്ചാൽ ഞാൻ ഇനിയും ജീവിക്കുമെന്ന് പറയും. അതാ അവരെ ബലം. ഹല്ലേലൂയ. എന്നാൽ നമ്മളൊക്കെ അങ്ങ് കാറ്റുപോയ ബലൂൺ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഒന്ന് ഉത്സാഹിച്ചൊക്കെ ഇരുന്നാട്ട്.
ഹല്ലേലൂയ. ഇവിടെ ഒന്നും തീരുന്നല്ല എൻ്റെ ജീവിതം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചിലത് വരച്ചിട്ടിട്ടുണ്ട്. ഫിനിഷിംഗ് ലൈൻ വരെ ഞാൻ എത്തും. ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഫിനിഷ് എന്ന് പറയുന്ന ലൈനിൽ എത്തണ്ടേ. അല്ലാതെ ഇടയ്ക്ക് വെച്ച് പിശാച് നിങ്ങളെ ഓട്ടം നിർത്താൻ നോക്കും. നീ അങ്ങനെ ഓട്ടം ഓടിയൊക്കെ പൂർത്തിയാക്കണ്ട. കുറച്ച് ചിന്തകൾ ഇരിക്കട്ടെ ആവശ്യമില്ലാത്തത്, കുറച്ച് ഭാരങ്ങൾ ഇരിക്കട്ടെ ആവശ്യമില്ലാത്തത്, ഇതെല്ലാം കൂടി നീ എടുത്തോണ്ട് ഓടിക്കോ, ഏതുവരെ ഓടുമെന്ന് നോക്കാമല്ലോ. ഇതാണ് പിശാചിന്റെ പരിപാടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സകല ചിന്തകളും ആകുലതകളും കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഓടണം. അപ്പം നന്നായിട്ട് ഫ്രീ ആയിട്ട് ഓടാൻ പറ്റും. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മളെല്ലാം ചിന്തയെല്ലാം ചുമന്ന് ഓടുന്നത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് വേച്ച് ക്ഷീണിച്ച് തളർന്ന് അവിടെ അങ്ങ് വീഴും. പിന്നെ ഓടാൻ പറ്റില്ല നമുക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാനായി തുടങ്ങാം. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഉയരത്തിലുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ്. എന്ത് ചിന്തിക്കണം? ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൂമിയിലുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്നത്. ഭൂമിയിലുള്ളത് ചിന്തിച്ചാൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണം മാത്രമാണ്, വേറൊന്നുമില്ല. സ്വർഗത്തിലുള്ളത് ചിന്തിച്ചാലോ അതിൻ്റെ അവസാനം നിത്യജീവൻ. അല്ല, ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഭൂമിയിലുള്ളത് എന്ത് ചിന്തിച്ചാലും അതിൻ്റെ അവസാനം നാശമാണ്, മരണമാണ്. എന്നാൽ സ്വർഗത്തിലുള്ളത് ചിന്തിക്കുന്നവർക്ക് നിത്യജീവനാണ് അതിൻ്റെ ഫലം. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതുകൊണ്ട് നമ്മളൊരു വാക്യം വായിച്ച് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ബൈബിളുള്ള എല്ലാവരും എടുത്ത് വായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. എന്തന്വേഷിക്കണം? നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നമ്മൾ എന്താണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രസന്റ്ലി ഭൂമിയിലുള്ളത്. അപ്പൊ നമ്മുടെ അന്വേഷണം മാറട്ടെ, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഉയരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ റലം, ആത്മമണ്ഡലത്തിലുള്ളത് അന്വേഷിക്കാൻ തുടങ്ങണം. നമ്മൾ ഭൗതിക മണ്ഡലത്തിലുള്ളത് ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? അന്വേഷിക്കുന്നത്. ഇനി അന്വേഷണം ആത്മമണ്ഡലത്തിലുള്ളതായിക്കോട്ടെ. അങ്ങനെ ആത്മമണ്ഡലത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ നമ്മുടെ ചിന്ത പിന്നെ എന്തായി മാറും? ഉയരത്തിലെ കാര്യങ്ങളാവും. ഞാൻ അന്വേഷിക്കുന്നതല്ലേ ഞാൻ ചിന്തിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ എനിക്ക് എന്താണോ വേണ്ടത് അതാണ് ഞാൻ അന്വേഷിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. എനിക്ക് 1,00,000 രൂപ കടം തീർക്കാൻ നാളെ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? അതിനെ അന്വേഷിക്കും, അല്ലേ? എനിക്ക് എത്രയും പെട്ടെന്ന് ആ കാശ് കണ്ടെത്തണം, അന്വേഷിക്കും. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അന്വേഷിക്കും, അത് ചിന്തിക്കാൻ തുടങ്ങും, എങ്ങനെ ഈ കടം തീർക്കാം. അപ്പോൾ പിന്നെ എന്തായി? എൻ്റെ ചിന്തയും എൻ്റെ അന്വേഷണവും എല്ലാം അതിൻ്റെ പിന്നാലെ പോയി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചിന്ത മാറിയില്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുക, മനസ്സിനകത്തോട്ട് ഏത് ചിന്ത വന്നു? ആരോട് കാശ് ചോദിക്കാം. മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പോൾ ചിന്ത മാറിയില്ലേ? ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലോ, വേറെ എന്തെങ്കിലും പ്രതികൂലമാണെങ്കിലോ, നമ്മൾ അതിനെ അന്വേഷിക്കുക, അതിനെ പിന്തുടരുകയും ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് അതായി ചിന്ത. ഇനി മക്കളുടെ ഭാരങ്ങളാണെങ്കിലും നമ്മൾ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതായി ചിന്ത. അല്ലെങ്കിൽ ഒരു രോഗം എന്നെ കീഴടക്കുകയാണെന്നോ എന്തെങ്കിലും അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരികയാണ്, വല്ലാത്തൊരു രോഗത്താൽ ഞാൻ ഭാരപ്പെടുകയാണ്. അപ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് അത് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എൻ്റെ മൈൻഡിലോട്ട് വരുന്നത് ഈ രോഗം എന്നെ തളർത്തും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള വിഷയങ്ങളാവാം. ഒരു നെഞ്ചിന് വേദന വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് തന്നെയായിരിക്കും. കാരണം എന്താണ്? എൻ്റെ ചിന്ത അങ്ങ് മാറിപ്പോയാൽ. മനസ്സിലായില്ലേ? അപ്പം ഞാനിതെല്ലാം എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് എന്തിനാണ്? നിങ്ങൾക്കിത് മനസ്സിലാവാനാ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകൾ എങ്ങനെല്ലാം കയറി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ളതാണ്. ആദ്യം ഉയരത്തിലുള്ളത് അന്വേഷിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്ത മാറും. അതുകൊണ്ട് യേശു പറയും, മുമ്പേ നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളതിനെ പറ്റി അന്വേഷിക്കേണ്ട, അത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അന്വേഷിക്കേണ്ടത് എന്തായിരിക്കണം? നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്? കിങ്ഡം
ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ രാജ്യത്തെ പറ്റി അന്വേഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ആ രാജ്യത്തിൽ എന്താണ് സിസ്റ്റം, എന്തിനാണ് എന്നെ ആ രാജ്യത്തിലാക്കിയിരിക്കുന്നത്, എന്താണ് ആ രാജ്യത്തിന് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്, ആ രാജ്യത്തിലേക്ക് മാറുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രത്യേകതകൾ എന്താണ്, ഇതെല്ലാം അന്വേഷിക്കാൻ തുടങ്ങണം. ഞാൻ ഒരിക്കൽ അങ്ങനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ നിൽക്കുന്നത്. ഭൂമിയിലുള്ളത് അന്വേഷിച്ചൊക്കെ മടുത്തു. പിന്നെ വിചാരിച്ചു ദൈവത്തിൻ്റെ മുഖം അങ്ങ് അന്വേഷിക്കാം. ദൈവത്തിൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയാലോ? അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. അന്വേഷിച്ചാൽ നമ്മൾ കണ്ടെത്തും. നമ്മൾ എന്ത് അന്വേഷിക്കുന്നോ അതേ കണ്ടെത്തും. ഒരിക്കൽ ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ആലോചിച്ചിട്ട് അതങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മേശയുടെ മുഴുവനും അങ്ങ് അരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി എന്താണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന്. ഈ കാര്യം പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. എന്നിട്ട് ഓർമ്മ വന്നില്ല. ഓർമ്മ പേശൊക്കെ നമുക്ക് വരും. പിന്നെ ഞാൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയി. അവിടെ എത്തിയപ്പോൾ വീണ്ടും ഓർമ്മ വന്നു ഞാൻ എന്താണ് അന്വേഷിച്ചതെന്ന്. അപ്പോൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും കറിയിലിടാൻ സമയത്ത് ചിലപ്പോൾ ഉപ്പായിരിക്കും, മഞ്ഞപ്പൊടിയായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ഞാൻ അവിടെ നിന്ന് അത് ഇടാൻ വേണ്ടിയായിരിക്കും ഈ റാക്കിൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ മറന്നുപോയി ഇപ്പം ഇതിലെന്താണ് ഇടേണ്ടതെന്ന്. അങ്ങനെ അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും ആ കറിയുടെ അടുത്ത് വരും. അവിടെ നിന്ന് ആലോചിക്കും, അല്ലേ എന്താണ് ഞാൻ ഇടാൻ വേണ്ടി വന്നത്, എന്നാലേ ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉപ്പിട്ടെങ്കിൽ വീണ്ടും എടുത്ത് ഉപ്പിട്ടാൽ കറി കുളമായി. ഹല്ലേലൂയ. ചില സമയത്ത് അങ്ങനെയാണ്, ചിന്തകൾ മുഴുവനും പ്രശ്നത്തിലേക്ക് വരുന്ന അവസ്ഥ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ആത്മീക മനുഷ്യൻ്റെ ഏറ്റവും നല്ല എന്താണ് ഉത്തരവാദിത്വം. ഇതവിടെ പറഞ്ഞു. നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ആത്മമനുഷ്യൻ ജയിച്ചു. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പേരോട് പറയാറുണ്ട്, സിസ്റ്ററെ അല്ല ബ്രദറെ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ അവരെല്ലാം പറയുന്നത്, സിസ്റ്ററെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്, ആഗ്രഹത്തോടെയാണ് ഇരിക്കുന്നത്, പക്ഷെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ അങ്ങ് കഴിയുന്നില്ല, പ്രാർത്ഥിച്ച് കയറി വരാൻ പറ്റുന്നില്ല സിസ്റ്ററെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചിന്തകളെ മാറ്റണം. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഭാരങ്ങളുള്ളതെങ്കിൽ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തേക്ക്. എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ, അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തേക്ക്. എന്നിട്ട് നിങ്ങളുടെ ചിന്തകളിൽ വചനത്തെ നിറയ്ക്കുക. ഇത് നിറയ്ക്കണം, വചനം നിറയ്ക്കണം. ഹല്ലേലൂയ. എങ്ങനെ നമുക്ക് വചനം നിറയ്ക്കാൻ പറ്റും? ബൈബിള് വായിക്കണം. ഓക്കെ. അപ്പം ഇന്നത് പറഞ്ഞു തരാൻ പോവുക. ഇന്ന് നമ്മൾ നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റിയിട്ട് വിടുന്നുള്ളൂ. നമ്മൾ ഒരു വാക്യം കൂടി വായിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 13-14 കൂടെ വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം ആരെങ്കിലും എടുത്തവർക്ക് വായിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ ജഡത്തിൽ നിന്ന് ചിന്തിക്കരുത്, ആത്മാവിൽ നിന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വീണ്ടും ജനിച്ച ദൈവമക്കളാണ്, നമ്മൾ ആത്മാവാണ്, നമ്മൾ യേശുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. ശരിയാണല്ലോ? അങ്ങനാണെങ്കിൽ ജഡത്തിൽ നിന്ന് ചിന്തിച്ചാൽ എന്ത് പറ്റും? മോഹങ്ങൾ, വേണ്ടാത്തത് ഒക്കെ വരും ജഡത്തിൽ നിന്ന് ചിന്തിച്ചാൽ. ആത്മാവിൽ നിന്ന് ചിന്തിച്ചാലോ ജീവനും സമാധാനവും വരും. ഹല്ലേലൂയ. സ്തോത്രം. ജഡത്തിൻ്റെ ചിന്തയോ മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വചനം എന്ന് പറഞ്ഞാൽ ആത്മാവ് പ്ലസ് ജീവനാണ്. ശരിയാണോ? ആര് പറഞ്ഞു വചനം ആത്മാവാണെന്ന്? ആര് പറഞ്ഞു? ഞാൻ ഒരു വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. യോഹന്നാൻ 6:63. യോഹന്നാൻ 6-ാം അധ്യായം 63-ാമത്തെ വാക്യം. ജീവിപ്പിക്കുന്നത്, അങ്ങനെയല്ലയോ? ജീവിപ്പിക്കുന്നത് ആത്മാവ് ആകുന്നു. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ലല്ലോ, നമ്മുടെ ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ് എന്നാണ് ഇംഗ്ലീഷിൽ. അടുത്തത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഓക്കെ. പിന്നെ ആ വാക്യം മറക്കൂലല്ലോ.
വചനം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ് പ്ലസ് ജീവൻ. പറഞ്ഞാട്ടെ വചനം. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞാട്ടെ, വചനം എന്ന് പറയുന്നത് ആത്മാവ് പ്ലസ് ജീവനാണെന്ന് പറഞ്ഞാട്ടെ. കരം കൊടുത്ത് പറഞ്ഞാട്ടെ, വചനം എന്ന് പറയുന്നത് ആത്മാവും ജീവനും കൂടെ ചേർന്നാണെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആത്മനിറം ഉണ്ടാവാനും ജീവൻ പ്രാപിക്കണമെങ്കിൽ ഞാൻ വചനം വായിക്കണമെന്ന് പറ. ഞാൻ വചനത്താൽ നിറയണം. ഞാൻ വചനത്താൽ നിറഞ്ഞാൽ എനിക്ക് ആത്മനിറം ഉണ്ടാവും, ജീവന്റെ നിറം ഉണ്ടാവും. പരിശുദ്ധാത്മാവിനെ കേൾക്കാനായിട്ട് എനിക്ക് കഴിയും. താങ്കൾ പോയി എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ കൊടുത്ത് പറയുകയാണ്. സ്തോത്രം. എല്ലാവരും ഉറക്കം പോട്ടെ. സ്തോത്രം. നന്ദി പറയുന്നു കർത്താവിന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ വചനം നമ്മുടെ മനസ്സിലേക്ക് കയറ്റാൻ കഴിയുക എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെല്ലാവരും വചനം വായിക്കുന്നവരാണ്, ശരിയാണോ? വായിക്കാൻ അറിഞ്ഞുകൂടാത്തവർ എത്ര പേരുണ്ട്? ആൻറ്റിക്ക് അറിയത്തില്ല. ഓക്കെ, വചനം കേൾക്കും അല്ലേ? ഓക്കെ, മതി. ബാക്കി എല്ലാവർക്കും വായിക്കാൻ അറിയാമോ? അറിഞ്ഞൂടാ. ആൻറ്റിക്ക് അറിയില്ല. അറിഞ്ഞു. ആൻറ്റിക്ക് അറിയാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരുണ്ട്. സാരല്ല, അതെല്ലാം നമുക്ക് പരിഹരിക്കാം. അറിയാവുന്നുള്ളവർ, അക്ഷരം വായിക്കാൻ അറിയാവുന്നുള്ളവർ ദയവായി ബൈബിൾ വായിക്കണം. ഹല്ലേലൂയ. വായിച്ചാൽ മാത്രം പോരാ, ധ്യാനിക്കണം. അപ്പോൾ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എക്സാമ്പിളായിട്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനം പറ. 23 അറിയാമോ? ഓക്കെ. അതെങ്ങനെയാണ് വായിക്കുന്നതെന്നും നമ്മുടെ ചിന്തകളിലേക്ക് അതെങ്ങനെ കൊണ്ടുവരാമെന്നും ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എപ്പോഴും നിങ്ങളെ ചിന്ത ഫ്രീ ആക്കണം എന്ന് പറഞ്ഞ് വചനം മാത്രം പറഞ്ഞിട്ട് പോയാലും നിങ്ങളൊന്നും ഫ്രീ ആക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. അപ്പോൾ എല്ലാം ഇന്ന് പ്രാക്ടിക്കൽ ക്ലാസ് കൂടെ പറഞ്ഞു തന്ന് വിടുകയാണ്. അപ്പോൾ ഓക്കെ, 23 സങ്കീർത്തനം എടുത്തോളൂ. നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചേ ആ 23ാമത്തെ സങ്കീർത്തനം. വായിച്ചേ. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നവർ വായിക്കേ. കഴിഞ്ഞോ? കഴിഞ്ഞ ഒരു കൈ ഉയർത്തി കാണിച്ചേ. എല്ലാവരും വായിച്ചു കഴിഞ്ഞു എന്നുള്ളത്. നിങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു വേർഡ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വചനം. ഒരനർത്ഥവും ഭയപ്പെടില്ല. അതാണ് എല്ലാവർക്കും, ഏകദേശം എല്ലാവർക്കും തന്നെ കിട്ടിയിരിക്കുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭയപ്പെടുന്ന എന്തിനാണ്? നിങ്ങൾ ഈ സങ്കീർത്തനം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഈ വചനം നമ്മുടെ അകത്ത് വരാത്തതുകൊണ്ടാണ്. ശരിയല്ലേ? അപ്പോൾ വായിക്കുന്ന കാര്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. കൂരിരുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു രാത്രി സമയത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാട്ടിനുള്ളിൽ നിങ്ങളെ വിട്ടാലും നിങ്ങൾ ഭയപ്പെടില്ലെന്നാണ് ആ വായിച്ചതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ സൂര്യപ്രകാശത്തിൽ നട്ടുച്ച വെയിലിൽ ഭയപ്പെടുന്നവരാണ്. ശരിയല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ട് നിങ്ങൾ ഭയപ്പെടുന്നു? ഇതകത്ത് കയറാത്തോണ്ട്. എൻ്റെ ഉള്ളിൽ ജീവനായി അത് വന്നിട്ടില്ല. ഒരു പ്ലേറ്റിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു പ്ലേറ്റിൽ ഭക്ഷണം ഇരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ശരീരത്തിൽ ആരോഗ്യം വരുമോ? ഇല്ല. അത് പ്ലേറ്റിൽ ഇരിക്കത്തേ ഉള്ളൂ. അത് ആരോഗ്യമാവണമെങ്കിൽ ഞാനത് കഴിക്കണം. എൻ്റെ ആമാശയത്തിനകത്തോട്ട് അത് എത്തണം, ദഹിപ്പിക്കണം, ബ്ലഡിലേക്ക് അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും കയറണം, പിന്നെ എനിക്കത് എനർജി ആവും. ശരിയല്ലേ? വചനം അങ്ങനെ തന്നെ. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്? ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. സ്തോത്രം. ജോയി എന്ത് പറയുന്നു? ഇവിടെ വരുന്നവരെയൊക്കെ ബൈബിൾ വായിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടേ വിടും. അടുത്ത ആഴ്ച തൊട്ട് അതുകൊണ്ട് വരരുത്. പറഞ്ഞാട്ടെ സഹോദരങ്ങളെ, ഞാൻ എന്തുകൊണ്ട് ഈ വിശ്വാസത്തോടെ നിങ്ങളോട് ഇതെല്ലാം പ്രസംഗിക്കുന്നു? അല്ലെങ്കിൽ എന്ത് സാഹചര്യം വന്നാലും വിശ്വാസത്തോടെ പിടിച്ച് നിൽക്കണം, ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത് എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? എൻ്റെ അകത്ത് ഈ വചനം കയറിയതുകൊണ്ട്. എൻ്റെ പുറമേ അല്ലത്. പുറമേ ഇരുന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഞാൻ ഒന്ന് കുളിച്ചാൽ മതി, ഇതങ്ങ് പോകും. നമ്മൾ പുറമേ ഒരു ചായ എന്തെങ്കിലും തേച്ച് വെച്ചാലേ, നമ്മുടെ കയ്യിലൊക്കെ തേച്ച് എന്തെങ്കിലും ചായമോ കരിയോ ഒക്കെ പറ്റിയാൽ അത് കഴുകിയാൽ പോകും. എൻ്റെ അകത്തിരുന്നാലും അത് പോവില്ല, അവിടെ ഇരിക്കും. പിശാച് പേടിക്കുന്നത് നിങ്ങളുടെ പുറത്തിരിക്കുന്ന വചനത്തെ അല്ല. നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനത്തെ. ഹല്ലേലൂയ. അവന് നിങ്ങളെ കാണുമ്പോൾ അറിയാം ഇവൻ എത്ര വിശ്വാസം ഉണ്ടെന്നറിയാം. നിങ്ങൾ പനി അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ശരിയാണോ? തെർമോമീറ്റർ തന്നെയല്ലേ? അപ്പോൾ ഇതിനെ നമ്മുടെ ഈ ചുണ്ടിലും നാവിലോ കക്ഷത്തോ ഏതാണ്ടൊക്കെ വെക്കുമ്പോൾ അല്ലേ, അത് ഇത്രയാണെന്ന് മെഷർമെന്റ് കാണിക്കും. 100 ഡിഗ്രി സെൽഷ്യസ് അഡ്മിറ്റ് ചെയ്ത് വെക്കും ഇവനെ പനി. അപ്പം അതുപോലെ പിശാചിന് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഫെയ്ത്ത് ഉണ്ടെന്ന്, നിങ്ങൾക്ക് എത്രത്തോളം അളവ് ഫെയ്ത്ത് ഉണ്ടെന്ന് അവൻ അറിയാമെന്ന്. എനിക്ക് ഭയങ്കര വിശ്വാസം സിസ്റ്ററെ. പിന്നെ അത് എന്നോട് പറയാൻ പറ്റും. എന്നോട് എന്തുവാണെന്ന് നിങ്ങൾക്ക് പറയാം, കാരണം എനിക്ക് അകം കാണാനായിട്ട് പറ്റത്തില്ലേ. പക്ഷെ പിശാചിന് അങ്ങനെയല്ല. അവൻ നമ്മളെയൊക്കെ നന്നായിട്ട് പഠിച്ച ആളാണ്. നമ്മൾ ജനിച്ചിട്ട് ഈ 60 70 കൂടിപ്പോയ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അത്രയും ആയുസ്, അത്രയും വർഷമായിട്ടുള്ളൂ. അവൻ ഉണ്ടായത് എപ്പോഴാണ്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ. അവനാണ് നമ്മൾ കളിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച ഒരു ദൂതനവൻ. അവന് ജ്ഞാനവും ബുദ്ധിയൊക്കെ ഉണ്ടാവും. അവൻ വീണുപോയി എന്നുള്ളത് സത്യമാണ്, അപ്പോഴാണ് ശത്രുവായി മാറിയത്. പക്ഷെ ജ്ഞാനവും ബുദ്ധിയും എല്ലാം അവനുണ്ട്. അവന് തീച്ചൂള വിധിച്ചിരിക്കുക, പക്ഷെ ശിക്ഷാവിധി നടപ്പാക്കിയിട്ടില്ലേ. അതിനെന്താ ദൈവം വെയിറ്റ് ചെയ്യുന്നത്? നമ്മളെല്ലാം കൂടി വന്നിട്ടേ കർത്താവ് ശിക്ഷാവിധി നടപ്പാക്കും. ഹല്ലേലൂയ. കണ്ടോടാ, ഞാൻ നേടി എൻ്റെ മക്കൾ, ഞങ്ങൾ ഒന്നിച്ച് നിന്നെ ശിക്ഷ വിധിക്കാൻ പോവുക. ഹല്ലേലൂയ. അവിടെ അതിനാ ദൈവം വെയിറ്റ് ചെയ്യുന്നത് അവനെ വെച്ച്. അപ്പോൾ നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അവനെ തോൽപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ വിശ്വാസത്താൽ നിറയണം, വചനത്താൽ നിറയണം. വചനം വായിക്കുന്നവനെ പിശാചിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുന്നവനെയല്ല, വചനം വായിക്കുന്നവനെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഈ വചനം വായിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തത് അതാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് എത്രയോ വാക്യങ്ങൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് സ്ട്രൈക്ക് ചെയ്തില്ല? നമ്മൾ വായിച്ചു പോയതാണല്ലേ. എന്നാൽ ധ്യാനിക്കുന്നത് സംബന്ധിച്ച് ഇങ്ങനെയല്ല. നമ്മുടെ മനസ്സിലേക്ക് അത് കയറണമെങ്കിൽ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ വചനമായി മാറണമെങ്കിൽ ഇങ്ങനല്ല ചെയ്യേണ്ടത്. ഒരു ശ്രദ്ധിച്ചോളെ. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. അവിടെ നിന്നു. അതിനകത്ത് ഇടയൻ എന്നൊരു വാക്ക് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ നിൽക്കും. എന്താണ് ഇടയൻ? ചിന്തിക്കും. അവിടെയാണ് എൻ്റെ ചിന്താമണ്ഡലത്തിൽ എന്ത് കയറുകയാണ്? വചനം. മനസ്സിലായോ? അപ്പം ഞാൻ ചിന്തിച്ചാലേ ചിന്താമണ്ഡലത്തിൽ അതാകുന്നുള്ളൂ. വായിക്കുമ്പോൾ എൻ്റെ ചിന്തയിലേക്ക് അത് വരുന്നില്ല. ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് ഇടയൻ. ഓക്കെ. അപ്പോൾ പഴയ കാലങ്ങളിലോട്ടൊക്കെ ഞാനൊന്ന് പോയിട്ട് ആടുകൾ പിന്നാലെ നടക്കുകയും ഒരു വടി കൊണ്ട് ആടുകളെ മേയ്ക്കുകയും ചെയ്യുന്ന ഇടയൻ്റെ ചിത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നു. മനസ്സിലായോ? ഞാൻ ആലോചിച്ചു, ആടുകൾ ഇടയൻ്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നു. ആടുകൾ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയോ തീറ്റ എടുക്കുന്നതിനെ പറ്റിയോ ചിന്തിക്കുന്നില്ല. ഇടയൻ എവിടെ പോകുന്നോ അവിടെ തീറ്റ ഉണ്ടാകും എന്നതിനറിയാം. ഇടയൻ എവിടെ പോകുന്നു അവിടെ വെള്ളം ഉണ്ടാകുമെന്ന് അതിനറിയാം. ഇടയൻ സമയത്തിന് ആഹാരവും വെള്ളവും തരുമെന്ന് ആടിനറിയാം. ദുഷ്ടമൃഗം വന്നാൽ ഇടയൻ എന്നെ രക്ഷിക്കുമെന്ന് ആടിനറിയാം. എനിക്കൊരു മുറിവ് വന്നാൽ എന്നെ ശുശ്രൂഷിക്കുമെന്ന് ആടിനറിയാം. ശരിയല്ലേ? ആടെന്തെങ്കിലും തനിയെ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഏത് വാക്യത്തിൽ ഞാൻ നിൽക്കുന്നേ ഉള്ളൂ? ഇടയൻ. അപ്പൊ ഇത്രയും ഞാൻ ചിന്തിച്ചല്ലേ. ഇപ്പൊ എൻ്റെ ചിന്താമണ്ഡലത്തിൽ എന്തായി? വചനമായില്ലേ. ഇനി നിങ്ങൾ ഈ ഇടയൻ എന്ന് പറഞ്ഞത് മറക്കുമോ? അപ്പോൾ നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഇതാണ്. ഇനി ഇടയൻ എന്ന് ഞാൻ ഈ വാക്ക് കേൾക്കുമ്പോൾ ബൈബിളിൽ എവിടെയൊക്കെ ഇടയനുണ്ടോ അവിടെ എല്ലാം എൻ്റെ മെമ്മറി അത് കയറി ഇറങ്ങും. എന്തുകൊണ്ടാ? ഞാൻ മുമ്പേ ബൈബിള് വായിച്ചിട്ടുള്ളത് കൊണ്ട്. മനസ്സിലായോ? ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് എവിടെയൊക്കെയാണ് ആ വാക്ക് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. മുമ്പേ ഞാൻ വായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു ഇടയനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ബൈബിൾ മറിച്ചു. എന്നാ പിന്നെ ആ ഇടയനെ. അപ്പൊ ഇടയനിൽ നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഞാൻ ഓടി വന്നു. എവിടെ കറക്റ്റ് അധ്യായം എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഓടി വന്നു, എടുത്തു. എനിക്ക് 10ാമത്തെ അധ്യായം കിട്ടി. എടുത്തട്ടെ, അതിൽ ഇടയനെന്ന വാക്കുണ്ടോ ഒന്ന് കാണിച്ചു. ഹല്ലേലൂയ. അതിന്റെ 11ാം വാക്യം വായിച്ചേ. 10:11. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. മതി. അപ്പോൾ അവിടെ ഞാൻ എത്തി. എവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്? 23ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് എവിടെയാണ്? യോഹന്നാനിലെത്തി. അപ്പം എങ്ങനെ എനിക്ക് മനസ്സിലായി അവിടെ ഇടയൻ എന്നുള്ള വാക്കുണ്ടെന്ന്? വായിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഇത് പോസിബിൾ ആവില്ല.
നിങ്ങൾ വായിക്കും തോറുമേ നിങ്ങൾക്കിത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? ഇത് എൻ്റെ രണ്ടാമത്തെ ബൈബിളാണ്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇല്ലേ? ഉണ്ട്. ഓക്കെ, വൃത്തികേടില്ല. എൻ്റെ ആദ്യത്തെ ബൈബിളൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ആദ്യത്തെ ബൈബിൾ. കണ്ടോ, എല്ലാം കീറിയൊക്കെ പൊളിഞ്ഞ് അല്ലേ, കീറിയിരിക്കുകയല്ലേ ഇത്? കണ്ടോ, ഇതെല്ലാം പാർട്ടായതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ എന്ത് ചെയ്യാതെ ഞാൻ എടുക്കാത്തത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഞാൻ വായിച്ചു കേട്ടോ. ഇതിലെൻ്റെ കണ്ണീരുണ്ട്, കരഞ്ഞ കണ്ണുനീര് ഇതിനകത്തുണ്ട്, ഈ ബൈബിളിനകത്ത്. ഇതിൽ വരയ്ക്കാത്ത ഒരു പേജും എഴുതാത്ത ഒരു പേജും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ ഞാനിതങ്ങ് വായിച്ച് പേജുകളൊക്കെ മുഷിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ പുതിയ ബൈബിൾ വാങ്ങിച്ചത്. ഇതും വളരെ വൈകാതെ മുഷിയും. അപ്പം ഞാൻ എന്ത് ചെയ്യും? അടുത്ത ബൈബിൾ വാങ്ങി. നമ്മൾ ഉടുപ്പൊക്കെ എത്രയെണ്ണം വാങ്ങുന്നല്ലേ? പക്ഷെ നമ്മളെ ബൈബിൾ ഇന്ന് പുതിയതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളത് ഉപയോഗിക്കുന്നില്ല. ശരിയല്ലേ മോനെ? കറക്റ്റ് പറ. ശ്യാമ എന്ത് പറയുന്നു? കറക്റ്റാണ്, സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ CSI ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബൈബിളായിരുന്നു ഏറ്റവും വൃത്തിയുള്ളത്. എന്തെങ്കിലും സാധനം കളയാതെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ബൈബിളിനകത്തേ ഞാൻ വയ്ക്കും. ATM കാർഡ് ആയിക്കോട്ടെ, കാശായിക്കോട്ടെ, എന്തോ ഇമ്പോർട്ടൻറ്റ് എന്താണോ അതിനകത്ത് വയ്ക്കും. കാരണം എന്താണ്? അത് ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ തുറക്കും. അപ്പോൾ അതിനകത്ത് സേഫ് ആയിരിക്കും, സിബും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തങ്ങ് ഞാൻ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. കാരണം ബൈബിളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എപ്പോൾ ബൈബിൾ അഴുക്കായോ അന്ന് മുതൽ ഞാൻ നന്നായി. ബൈബിൾ അഴുക്കായവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അത്രയും നല്ലവരായിരിക്കും. ഹല്ലേലൂയ. ബൈബിൾ നന്നായിട്ടിരുന്നാൽ നമ്മൾ അഴുക്കയായിരിക്കും. സോറി കേട്ടോ, ഞാൻ അങ്ങനെ നിങ്ങളെ ആരും കുറ്റം പറഞ്ഞൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറഞ്ഞതാണ്. ഹല്ലേലൂയ. എന്നെ യൂട്യൂബിൽ കാണുന്നവർ കമൻറ്റ് ചെയ്താട്ടെ, നിങ്ങളുടെ ബൈബിൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഇരിക്കുന്നത്? ഹല്ലേലൂയ. ശരിക്കും ദൈവവചനം പഠിക്കുന്നവൻ്റെ ബൈബിൾ കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഉണ്ടാവില്ല. അവൻ വരച്ചും എഴുതിയും അതിൽ പഠിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇടയൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും യോഹന്നാൻ 10. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ഓർമ്മ വരണമെന്നില്ല. എന്തുകൊണ്ടാണ്? വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം വായിക്കും അത്രത്തോളം നിങ്ങൾ ആ വചനത്താൽ നിറയും, ജീവനാൽ നിറയും. നമ്മളൊരു കടമ തീർക്കുന്നതിന് വേണ്ടി അല്ല ബൈബിൾ വായിക്കേണ്ടത്. മുമ്പെയൊക്കെ ഞാൻ അങ്ങനെ വായിച്ചിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എന്തേലും ഒന്ന് വായിക്കണമല്ലോ, അതായിരിക്കട്ടെ, വായിച്ചു. അതുവഴി പോവും. അതിൽ നിന്ന് ഒന്നും ആത്മാവും ജീവനും നിങ്ങൾക്ക് കിട്ടില്ല. അറിയാമോ? ഒരു കോഴി മുട്ടയ്ക്കകത്ത് ഒരു ജീവനുണ്ട്, ശരിയല്ലേ? അതറിയണമെങ്കിൽ 21 ദിവസം കോഴിയുടെ അടിയിൽ ഇരിക്കണം, എന്നാലേ അറിയാൻ പറ്റും. അതിനകത്തൊരു ജീവനുണ്ട്. അതാണ് നമ്മൾ ഈ തട്ടി പൊട്ടിച്ച് ഓംപ്ലേറ്റ് ആക്കി കഴിക്കുന്നത്. നമ്മളൊരു മുട്ട കിട്ടിയാൽ ഒന്നും ചിന്തിക്കില്ല അല്ലേ? ഓംപ്ലേറ്റ് എങ്ങനെ ആക്കാന്നാ നോക്കുന്നത്. ഞാൻ ആദ്യം മുട്ട കിട്ടിയാൽ ഇതിലൊരു ജീവനുണ്ടെന്ന് ചിന്തിക്കും. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുട്ട കഴിക്കില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ 21 ദിവസം കോഴിയുടെ അടിയിൽ ഈ മുട്ട ഇരിക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ 21 ദിവസം നിങ്ങൾ വചനം വായിച്ചാൽ അതിനകത്തുള്ള ജീവൻ നിങ്ങളിലേക്ക് വരും. സ്തോത്രം. അതിനകത്തുള്ള ജീവൻ നിങ്ങളിലേക്ക് വരും. നിങ്ങളത് എത്ര പ്രാവശ്യം വായിക്കുന്നോ, എത്ര പ്രാവശ്യം അതിനെ ചവച്ചരയ്ക്കുന്നോ, അത്രത്തോളം നിങ്ങളുടെ ആത്മാവിലേക്ക് അത് ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പിന്നെ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും നിങ്ങളെ തള്ളിയിടാനായിട്ട് പിശാചിന് പറ്റില്ല. ആമേൻ. ഹല്ലേലൂയ. ബുദ്ധിയുള്ളവൻ പാറമേൽ വീട് പണിത മനുഷ്യന് തുല്യം. എന്താ പാറ? എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ആ പാറമേലായിരിക്കണം നമ്മുടെ നിൽപ്പ്. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ മനുഷ്യർ പറയുന്ന കേട്ടാണ് പേടിക്കുന്നത്. വചനം എന്തു പറയുന്നു? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. ഹല്ലേലൂയ. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ അപ്പൻ പ്രൊവൈഡ് ചെയ്യും. ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൾ നോട്ട് വാണ്ട്. ഹല്ലേലൂയ. എനിക്കെല്ലാം ഉണ്ടാകും. ഞാൻ അലയേണ്ടി വരില്ല ഒന്നിനും. എൻ്റെ അപ്പൻ വേണ്ടുന്ന സമയത്ത് എനിക്ക് തരും. ഹല്ലേലൂയ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ജീവനെ തന്ന യേശു എനിക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും തരില്ലേ? തരും. എൻ്റെ കാര്യങ്ങൾ കർത്താവിന് അറിയില്ലേ? അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നമ്മുടെ ചിന്താ മണ്ഡലം ഫ്രീ ആവും. ഇപ്പോൾ ഫ്രീ ആയില്ലേ? നിങ്ങൾക്ക് തന്നെ ഫ്രീ ആയില്ലേ? ഇപ്പോൾ മനസ്സ് ഒത്തിരി ആകുലതകൾ ഫ്രീ ആയില്ലേ സഹോദരങ്ങളെ?
ഫ്രീ ആയി. ഇതുപോലെ വേണം ദൈവവചനം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾക്കത് ജീവനായി മാറേണ്ടത്. ഞാൻ ആദ്യമൊക്കെ വായിക്കുമ്പോൾ വെറുതെ മനസ്സിലായില്ലെങ്കിൽ വായിച്ചു പോകും. അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യം നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. കാരണം എന്താണ്? മനസ്സിലാക്കി തരേണ്ടത് ദൈവമാണ്. എനിക്കത് മനസ്സിലായേ പറ്റൂ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നാൽ ആഴ്ചകൾ, ദിവസങ്ങൾ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ജീവനായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ തീരുമാനിക്കുന്നു, ബൈബിളിലെ എല്ലാ വചനങ്ങളും എൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലേ? ഒരു വചനം വായിച്ചാൽ അവിടെ നിന്ന് അതിനെപ്പറ്റി ചിന്തിക്കണം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല, അല്ലെങ്കിൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല. അടുത്ത വചനം പറഞ്ഞേ. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ അവൻ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് കിടത്തുന്നു. അപ്പോൾ ഒരു സ്വസ്ഥത, ഒരു പച്ചപ്പിൻ്റെ അനുഭവം നമുക്ക് യഹോവ നമ്മുടെ ഇടയനായാൽ ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മളത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ വേറൊരു അർത്ഥമാണ് അതിന് കിട്ടുന്നത്. അത് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇംഗ്ലീഷിൽ ഞാൻ ഈ TPT എന്ന് പറയുന്ന ഒരു വെർഷനാണ് വായിക്കുന്നത്. അതിന് മലയാളം പറഞ്ഞുതരാം. ദ ലോർഡ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ ഷെപ്പേർഡ്, ഐ ഓൾവേസ് ഹാവ് മോർ ദാൻ എനഫ്. യഹോവ എൻ്റെ കൂട്ടുകാരനും. അയ്യോ, ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് ഗ്രീക്കിൽ നിന്നുള്ള ട്രാൻസ്ലേഷനിലാണ് കേട്ടോ. അത് ശരിക്കും ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത് നമ്മുടെ ബൈബിള് കേട്ടോ. ഗ്രീക്കിൽ എഴുതപ്പെട്ട ബൈബിളിനെ മലയാളത്തിലോട്ടാക്കിയപ്പോൾ അന്ന് മാറ്റിയവർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ TPT ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർക്ക് മാത്രം അത് വായിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദ ലോർഡ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ, കൂട്ടുകാരനാണെന്നോ കർത്താവ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതും അതും തമ്മിൽ സോ മാച്ചിങ് അല്ലേ? യേശു ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞല്ലേ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ലേ, ഇനി എല്ലാ കാര്യങ്ങളോട് നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞതുകൊണ്ട് ദാസന്മാരൊന്നുമല്ല, നിങ്ങൾ പിന്നെ എൻ്റെ സ്നേഹിതന്മാർ ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹിതൻ, ഒരു സ്നേഹിതനായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ അകത്തത് കയറണം. ഹല്ലേലൂയ. അടുത്ത വാക്യം, ഹി ഓഫേഴ്സ് എ റെസ്റ്റിംഗ് പ്ലേസ് ഫോർ മീ ഇൻ ഹിസ് ലക്ഷോറിയസ് ലവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം, വിലപിടിപ്പുള്ള ആ സ്നേഹത്തിനകത്ത് എനിക്കൊരു റെസ്റ്റിംഗ് പ്ലേസ് കിട്ടുന്നു. ഹല്ലേലൂയ. അവിടാണ് ഞാൻ റെസ്റ്റ് ചെയ്യുന്നത്. ഏതിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഏതിലാണ്? ഈ പച്ച പുൽത്തകടി, നല്ല നീരൊഴുക്കുള്ള വെള്ളം എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ഒരു റെസ്റ്റിംഗ് പ്ലേസിനെയല്ലേ അത് സൂചിപ്പിക്കുന്നത്? ശരിയാണോ? ഒരു നല്ല ശാന്തമായ അന്തരീക്ഷം. നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടത് ഏതിലാണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ റെസ്റ്റ് ചെയ്യണം? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. കൂരിരുൾ താഴ്വരയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഞാൻ നടക്കുന്നത്. എല്ലാവരും എന്നെ കൈവിട്ടേക്കാം, ആരും എൻ്റെ കൂടെ നിൽക്കാനില്ലായിരിക്കാം, എല്ലാവരും എനിക്കെതിരായി തിരിഞ്ഞേക്കാം. എങ്കിലും ഞാനിപ്പോൾ ആയിരിക്കുന്ന എവിടെയാണ്? ദൈവത്തിലാണ്, യേശുവിലാണ്. യേശുവാണ് എൻ്റെ ഇടയൻ, എന്നെ നയിക്കുന്ന ആള്, എന്നെ കൊണ്ടുപോകുന്ന ആള്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിൽ റെസ്റ്റ് ചെയ്യണം, ആ ചിന്തയിൽ റെസ്റ്റ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ഇത് കയറിയോ? അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്തയായി മാറിയാലേ നിങ്ങൾക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്രമിക്കുക. യേശു എൻ്റെ ഇടയനാണ്. ഐ ബിലീവ് ആൻഡ് ഐ റെസ്റ്റ് ഇൻ ഹിം. ഹല്ലേലൂയ. നമ്മൾ ഈ മരിച്ചു പോയവരുടെ കല്ലറയിലൊക്കെ എഴുതി വെക്കാറുണ്ട്, റെസ്റ്റ് ഇൻ പീസ്. എവിടെ? അല്ലേ? ശരിക്കും അവരപ്പോഴാണോ റെസ്റ്റ് ഇൻ പീസ് ആയത്? എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴാണ് റെസ്റ്റ് ഇൻ പീസ് ആവേണ്ടത്, സമാധാനത്തിൽ നിങ്ങൾ വസിക്കേണ്ടത്, അല്ലാതെ മരിക്കുമ്പോഴല്ല. മരിക്കുമ്പോൾ അവൻ ഒന്നിൽ കർത്താവ് തീരുമാനിക്കും നരകത്തിൽ പോകണം, സ്വർഗത്തിൽ റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ. എല്ലാവരും വിചാരിക്കുന്നത് സ്വർഗത്തിൽ പോയാൽ അങ്ങ് റെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെയൊന്നുമില്ല. അവിടെ ഒത്തിരി പരിപാടികൾ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഹല്ലേലൂയ. ഞാൻ മുമ്പേയൊക്കെ വിചാരിച്ചിരുന്നത് സ്വർഗത്തിൽ പോയാൽ ഫുള്ള് റെസ്റ്റാണ്. എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് ദാവീദ് കിന്നരം വായിക്കുന്ന പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല. കർത്താവിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ.
രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. രാജാക്കന്മാരെങ്കിൽ വാഴണ്ടേ, ഒത്തിരി പട്ടണങ്ങളെയും ഒത്തിരി ഗ്രഹങ്ങളെയും ഗാലക്സികളെയൊക്കെ വാഴാൻ വിളിക്കപ്പെട്ടവരാ നമ്മളാ ഈ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തെടുക്കാനുണ്ട്. ഗാലക്സികളിൽ ഇതുവരെ നക്ഷത്രം എണ്ണി തീർന്നിട്ടുണ്ടോ? ഇല്ലല്ലേ. നമ്മൾ വാഴുക എന്ന് ചിന്തിക്കും നമ്മൾ ഈ ഭൂമിയെ മാത്രം വാഴുന്ന പരിപാടിയാണ്. നല്ല ഈ ലോകത്തെ മുഴുവൻ വാഴുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതിപ്പോൾ എൻ്റെ വിഷയം അല്ലാത്തതുകൊണ്ട് അതവിടെ നിർത്തുക. ഹല്ലേലൂയ. എന്താണ് ദൈവരാജ്യത്തിൽ വാഴുക എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെ മേലും വാഴുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് സത്യമാണെന്ന്? ആമേൻ. നിങ്ങളെ എന്നെയും വിളിച്ചിരിക്കുന്നത് വലിയ വലിയ പ്രപഞ്ചത്തിലെ വലിയ ഗാലക്സികളെ വാഴാനാണ്. ഹല്ലേലൂയ. കർത്താവ് 1000 വർഷം ഈ ഭൂമിയിലേക്ക് വാഴാൻ വരുന്നത് എത്ര പേർക്കറിയാം? 1000 വർഷം ഭൂമിയിലേക്ക് വാഴാൻ വരുന്നത്. അപ്പോൾ നമ്മൾ വാഴുമോ ഈ ഭൂമിയെ കർത്താവിനോടൊപ്പം? 1000 വർഷം ഭൂമിയെ വാഴാൻ വരുമ്പോൾ നമ്മൾ കർത്താവിനോടൊപ്പം കാണുമോ? അറിഞ്ഞൂടല്ലേ? കാണണം. അതിനുള്ള ട്രെയിനിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ ട്രെയിനിങ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേരാം ഈ കോഴ്സിന്. ഫീസൊന്നുമില്ല. ഫീസൊന്നുമില്ല. ഈ ലോകത്ത് ഏത് കോഴ്സ് പഠിച്ചാലും ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാതെ നിങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നതല്ല. എന്നാൽ കിങ്ഡം ഓഫ് ഗോഡ് ആ കോഴ്സിന് ചേരാനായിട്ട്, രാജാക്കന്മാരായിട്ട് പ്രാക്ടീസിന് ചേരാനായിട്ട് ഫീസ് ഇല്ല. നിങ്ങൾ ദയവായി നിങ്ങളുടെ സമയത്ത് തന്നാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി. കർത്താവിനോടുകൂടെ 1000 വർഷം ഈ ഭൂമി വാഴുമ്പോൾ, വിശുദ്ധന്മാരൊത്ത് താൻ ഈ ഭൂമി വാഴുമ്പോൾ ഞാനും ഉണ്ടാവും. ഹല്ലേലൂയ. ഞാനും ഉണ്ടാവും. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ പോവും. എനിക്ക് പോയേ പറ്റും. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് വേറൊരു ദിവസം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയാണ് 1000 വർഷം നമ്മൾ കർത്താവിനോടുകൂടെ ഈ ഭൂമിയെ വാഴുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ വിശുദ്ധന്മാരുമായി താൻ ഈ ഭൂമി വാഴുന്നതിനെ കുറിച്ചുള്ള കാര്യം ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരികയാണ്. പുതിയ ആകാശത്തെപ്പറ്റി, പുതിയ ഭൂമിയെപ്പറ്റി അതൊക്കെ അറിയാമോ? ഇല്ല. ഈ ആകാശം ഈ ഭൂമിയല്ലേ അറിയാവൂ. പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യെസ്. അതിലാണ് നമ്മൾ വാഴാൻ പോകുന്നത് കേട്ടോ. പുതിയ ആകാശം പുതിയ ഭൂമി, അവിടെ കർത്താവിനോടൊത്ത് നമ്മൾ യുഗായുഗം വാഴാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ല. എങ്ങനെ സ്വർഗീയ ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ മാറ്റി ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചിന്താമണ്ഡലം ഫ്രീ ആക്കാനായിട്ട് ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞു തന്നു. എന്താണ്? മെഡിറ്റേഷൻ ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ധ്യാനിക്കുക. ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ അവിടെ നിൽക്കുക, അത് എഴുതുക. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എനിക്കൊരു ഡയറി ഉണ്ട്. ഇടയൻ എന്നൊരു വാക്ക് എന്നെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഇടയൻ എന്ന് പറഞ്ഞ് ഹെഡിങ് എഴുതി അതിനെ പഠിച്ചു വരും. ഞാനിപ്പോൾ പറഞ്ഞു തന്ന പോലെ കേട്ടോ. എവിടെ എല്ലാം ഇടയനെന്നുണ്ടോ അതെല്ലാം ഞാൻ പോയി പഠിക്കും. കാരണം ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് അത് പറ്റില്ല. നിങ്ങൾ വായിക്കുമ്പോൾ പേനയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ നിങ്ങളുടെ ബൈബിൾ വരയ്ക്കാം, കാര്യങ്ങൾ എഴുതി വെക്കാം. നിങ്ങൾക്കൊരു ഡയറി ഉണ്ടാകണം. എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുക്കെങ്കിലും ഉണ്ടാകണം. നിങ്ങൾ എഴുതണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എഴുതാറുണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് എഴുതാൻ പോലും അറിഞ്ഞുകൂടെന്നാണ് തോന്നുന്നത്. എഴുതാതെ അല്ലേ നിങ്ങള്? പറ്റുന്നില്ല. പറ്റണം. അടുത്ത ദിവസം തൊട്ട് എഴുതും. ഹിന്ദിയൊക്കെ അറിയാന്നുള്ള ആളാ, ഇംഗ്ലീഷും അറിയാമല്ലേ? എവിടെയൊക്കെ പോയി കർത്താവിനെ പറ്റി പറയാമെന്നറിയാമോ? എല്ലാം വായിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഹിന്ദി ബൈബിൾ ഉണ്ടോ? ഹിന്ദി വായിക്കാൻ അറിയാമല്ലോ. അറിഞ്ഞൂടാ, പറയാൻ അറിയല്ലേ? ഓക്കെ, ശരി. ഇന്ന് നമ്മൾ ആഗ്രഹിച്ച കർത്താവ് വായിക്കാനുള്ള ജ്ഞാനം തരുമോ? ഷുവറായിട്ട് തരും. ഇതെല്ലാം വായിക്കണം കേട്ടോ. എല്ലാ ദിവസവും എത്ര സമയം ബൈബിൾ വായിക്കുന്നെന്ന് അടുത്ത ദിവസം പറയണം. എല്ലാ ദിവസവും എത്ര സമയം ഇവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നെന്ന്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ എഴുന്നേൽക്കണം. അടുത്ത ആഴ്ച ഞാൻ വചനം പറയാമെന്ന് പറയണം. കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പറയൂ. ഇപ്പോഴും അമൃത സിസ്റ്റർ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങളൊക്കെ എന്നാണ് ഇനി പറയാൻ പോകുന്നത്? സമയം തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും വചനം പറയാൻ സമയം തരുന്നതാണ്. കർത്താവ് എന്നോട് സംസാരിച്ചു, ഈ വചനം എന്നോട് ഇടപെട്ടു, ഞാൻ ഇതിനെപ്പറ്റി പറയാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം തരുന്നതാണ്. ഹല്ലേലൂയ. എല്ലാവരും വളരണം. അതിന് നിങ്ങൾ വചനം ധ്യാനിക്കണം ഇതുപോലെ, എന്നാലേ പറയാൻ ഉണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ചിന്താമണ്ഡലങ്ങളെ ഫ്രീ ആക്കാമോ ഇന്നോട്ട്? വചനം വായിച്ച് അതിനെ ചിന്തിക്കാമോ മനസ്സിലിട്ട്? നിങ്ങളുടെ പഴയ ചിന്തകളെല്ലാം പോട്ടെ, ഡിലീറ്റ് ആയിട്ടെന്ന് പ്രാർത്ഥിക്കട്ടെ. ഓക്കെ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. അപ്പാ, ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ ഇന്ന് ഫ്രീ ആകണം.
ഇന്നു മുതൽ ദൈവവചനം നമ്മുടെ ചിന്തയ്ക്കകത്ത് കയറി വരട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ചിന്താമണ്ഡലം പിശാച് കെട്ടിവെച്ചിരിക്കുന്ന സകല ചങ്ങലകൾ ഇപ്പോൾ പൊട്ടട്ടെ. എൻ്റെ ചിന്തകളെ ശൂന്യമാക്കി ദൈവവചനം ധ്യാനിക്കാൻ ബൈബിൾ എടുക്കുമ്പോഴത്തേക്ക് വേണ്ട കുറച്ച് കഴിഞ്ഞാട്ട് എന്ന് ചിന്തിപ്പിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താലും ബൈബിൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് അനുവദിക്കാത്ത യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ട സ്പിരിറ്റുകളെല്ലാം ഇപ്പോൾ ക്യാൻസൽ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കാൻ അനുവദിക്കാത്ത, ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഉറക്കം കൊണ്ടുവരുന്ന, ക്ഷീണം കൊണ്ടുവരുന്ന, മടുപ്പ് കൊണ്ടുവരുന്ന എല്ലാ ദുരാത്മാക്കളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലീവ് നൗ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അവരുടെ ശരീരം വിട്ടുപോകട്ടെ, കുടുംബം വിട്ടുപോകട്ടെ. വല്ലാത്ത മടുപ്പ്, ബൈബിൾ എടുക്കുമ്പോൾ മടുപ്പാ, ഉടനെ മടുപ്പ്, വായിക്കേണ്ട ആരോ ഇരുന്ന് പറയുന്ന പോലെ അവിടെ വെച്ചിട്ട് പോവുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് ഇന്നത്തോടെ മാറാൻ പോകുക. ഇപ്പോൾ ആരെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ആ കരങ്ങളെ അടിച്ച് ആരാധിച്ചാട്ടെ. ആരെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക് ഇന്ന് ആ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. ബൈബിൾ വായിക്കാൻ അനുവദിക്കാതെ ഇരുട്ടിടുന്ന, ക്ഷീണമിടുന്ന, ഉറക്കമിടുന്ന യേശുവിന്റെ നാമത്തിൽ സകല ദുഷ്ടാവികളും വിട്ടുപോകട്ടെ. എല്ലാ അൺക്ലീൻ സ്പിരിറ്റുകളും വിട്ടുപോകട്ടെ. വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുന്ന എല്ലാ അശുദ്ധാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുകയാണ്. ബൈബിൾ വായിക്കാൻ ഇരിക്കുമ്പോൾ അശുദ്ധിയെ കൊണ്ടുവരുന്ന ദുഷ്ട ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ. യേശുവിന്റെ നാമത്തിൽ വലിയൊരു ഫ്രീഡം അവരുടെ ആത്മമണ്ഡലത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് മുതൽ അവര് അതിനെ ധ്യാനിക്കട്ടെ. കർത്താവേ, അവരുടെ ചിന്തകളിൽ അതാവട്ടെ, അവരുടെ ചിന്തകളിൽ നിറയട്ടെ. എപ്പോഴും ആ വചനം തന്നെ വന്നുകൊണ്ടേയിരിക്കട്ടെ. കർത്താവേ, വേണ്ടാത്ത ചിന്തകൾ, ആകുലപ്പെടുത്തുന്ന ചിന്തകൾ, പ്രയാസപ്പെടുത്തുന്ന ചിന്തകൾ, അവരെ ഭാരപ്പെടുത്തുന്ന ചിന്തകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ. ഇപ്പോൾ ഒരു ഫ്രീഡം അവർക്കുണ്ടാകട്ടെ. ചിലരുടെ എല്ലാം മനസ്സിൽ ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുന്നതിന്റെ അത്രയും ഭാരം ഞാൻ കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിൽ വലിയൊരു ഉൾക്കാഴ്ചയുടെ കർത്താവ് കൊടുക്കണമേ. ദൈവിക ജ്ഞാനം കൊടുക്കണമേ. വചനം വായിക്കുമ്പോൾ അത് ഗ്രഹിക്കാനായിട്ട് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്നു മുതൽ ഒരു സ്വാതന്ത്ര്യത്തോടെ ബൈബിൾ വായിക്കാൻ അങ്ങ് സഹായിക്കണമേ. അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അവരുടെ അകത്തെ മനുഷ്യനിലേക്ക് അത് ആത്മാവായി, ജീവനായി വ്യാപരിക്കട്ടെ. അത് എനർജിയായി അവർക്ക് തീരട്ടെ. വിശ്വാസത്തിൽ അവർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്നു മുതൽ ചിന്താമണ്ഡലങ്ങൾ ഫ്രീ ആക്കി പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ ദൈവം അവരെ സഹായിക്കണമേ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. என் கூடவே இரும் ஓ இயேசுவே, நீர் இல்லாமல் நான் வாழ முடியாது. என் பக்கத்திலே இரும் ஓ இயேசுவே.